ദൈവതിരുനാമത്തിന് വന്ദനം. ഈ പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന, കേൾക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവസഭയെ സ്നേഹിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിലും അതിൻ്റെ വിസ്തൃതിയിലും അതിൻ്റെ പുരോഗതിയും ലക്ഷ്യമാക്കി അത്യധ്വാനം ചെയ്യുന്ന, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എല്ലാ ശ്രേഷ്ഠരായ ദൈവദാസീദാസന്മാരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇദംപ്രഥമമായി ഇങ്ങനെ ഒരു സംരംഭം നിങ്ങളുടെ മുൻപിൽ അൺകവർ ദ ട്രൂത്ത് എന്ന പേരിൽ, മറനീക്കപ്പെടുന്ന സത്യം എന്ന പേരിൽ അവതരിപ്പിക്കുവാൻ വളരെ നാളുകളായി പ്രാർത്ഥനയും പ്രയത്നവും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അതിൻ്റെ കാരണം, ദൈവസഭയെ അതിൻ്റെ ആരംഭ ദിശയിൽ തന്നെ കർത്താവ് പഠിപ്പിച്ച നിർമ്മലമായ ഉപദേശ സത്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ സത്യമെന്ന നിലയിൽ അർത്ഥസത്യത്തെയും വ്യാജത്തെയും പഠിപ്പിച്ച് ജനത്തെ വഴിതെറ്റിക്കുന്ന പൈശാചികമായ സംവിധാനങ്ങൾ ആരംഭം മുതൽ തന്നെ ഉള്ളത് നമുക്കറിയാവുന്നതാണ്. യോഹന്നാൻ ഉൾപ്പെടെ ലേഖനങ്ങൾ എഴുതിയത് ആ വെളിച്ചത്തിലാണ് എന്ന് ദൈവവചന അറിവുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇന്ന് ക്രൈസ്തവ കൈരളിക്ക് ധാരാളം അപ്പോളജറ്റിക്സിനെ, ദൈവവചനത്തെ ഉപദേശ സത്യത്തെ, അതിന്റെ നിർമ്മലതയെ കെടുത്തിക്കളയുന്ന വ്യാജാത്മാക്കളെയും വ്യാജ ഉപദേശങ്ങളെയും പ്രതിരോധിക്കുന്ന നിലയിൽ ധാരാളം പ്രവർത്തനങ്ങളും അതിന് നേതൃത്വം വഹിക്കുന്ന ഒരുപാട് ദൈവദാസന്മാരെയും നമുക്ക് ലഭിച്ചതിന് ഒരുപാട് ദൈവത്തിന് നന്ദി അർപ്പിക്കാനുണ്ട്. അങ്ങനെ ദൈവ അവസരം ഒരുക്കിയതിന്, ദൈവദാസന്മാരെ ഒരുക്കിയതിന്, അത്തരം സംവിധാനങ്ങളെ ക്രമീകരിച്ചതിന് ദൈവത്തിന് വളരെയേറെ നന്ദി അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ എല്ലാവരെയും പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അവരെ എല്ലാവരെയും വളരെ ആദരവോടെ കണ്ട് അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഇവിടെ ഈ സംരംഭത്തിന്റെ ലക്ഷ്യം വളരെ അപൂർവമായി മാത്രം ചർച്ച ചെയ്യപ്പെട്ട, നിഗൂഢമായി പ്രവർത്തിക്കുന്ന ഒരു ദുരുപദേശ പ്രസ്ഥാനത്തെ ദൈവമക്കളുടെ സമക്ഷത്തിൽ അനാവരണം ചെയ്യുക എന്നതാണ് അതിന്റെ അടിസ്ഥാന ലക്ഷ്യം. വളരെ പരിമിതമായ സമയത്തും പരിമിതമായ ആളുകളിലൂടെയും ദൈവദാസന്മാരിലൂടെയും മാത്രം, പരിമിതമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രൂപ്പ് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും, കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും എന്നോണം വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലം വളരെ ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിനു വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹീതരായ ഒരുപാട് ദൈവമക്കളെ അവരുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിച്ച്, തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. എനിക്കറിയാവുന്ന പല സഭകളിലും അംഗങ്ങളായിരുന്ന ആ സഭകളുടെയൊക്കെ പ്രവർത്തന വിശാലതയ്ക്കും ആത്മിക ഭൗതിക പ്രവർത്തനങ്ങളിൽ വളരെയധികം കൈത്താങ്ങലായി നിന്നിരുന്ന ദൈവമക്കളെ പോലും ഇത്തരം സംവിധാനങ്ങളിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളത് വളരെയേറെ വ്യസനമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട്
സഭകൾ ഈ വിഷയത്തിൽ നിതാന്തമായ ഒരു ജാഗ്രത പുലർത്തണം. ആരെങ്കിലും ഈ ദുരുപദേശ സംവിധാനത്തെ അറിയാതിരിക്കുന്നുവെങ്കിൽ അതിന് ഒരു പരിഹാരം വരണം. ഈ പ്രസ്ഥാനത്തെ വ്യക്തമായിട്ട് തിരിച്ചറിയണം എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. പൗലോസ് ലേഖനം എഴുതുകയിൽ താൻ ഇങ്ങനെ ദൈവസഭകളോട്, എല്ലാ സഭകളോടുമായിട്ട് പറയുന്നൊരു ഭാഗം നമുക്കറിയാം. ചില കള്ള സഹോദരന്മാർ ദൈവസഭയുടെ ഐക്യത തകർക്കുവാൻ, ഉപദേശ വിശുദ്ധിയെ ഇല്ലാതാക്കാൻ, അന്തരീക്ഷത്തെ മലീമസമാക്കാൻ, സഹോദര ഐക്യം നഷ്ടപ്പെടുത്താൻ, ദൈവവചനത്തിലെ ഉറപ്പ് ഇല്ലാതെയാക്കി കളയാൻ നുഴഞ്ഞു വന്നു എന്ന് പൗലോസ് പറയുന്നു. പക്ഷേ താൻ എടുത്ത ഒരു നിലപാട്, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞാൻ ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല എന്നതാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ടോ ദൈവമക്കൾക്ക് ക്രമാനുഗതമായി കാര്യക്ഷമമായി വചനപഠനം ലഭ്യമാകാത്തത് കൊണ്ടോ ഉപദേശത്തിന്റെ അന്തസത്ത, അതിന്റെ നിലയിൽ ആരെങ്കിലും തിരിച്ചറിയാത്തത് കൊണ്ടോ ഇത്തരം എഴുത്തുകളിലൂടെ, മനുഷ്യരുടെ പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ വായ്മൊഴികളിലൂടെ ഒക്കെ പിടിക്കപ്പെട്ട്, അകപ്പെട്ട്, വഞ്ചിക്കപ്പെട്ട് ഇനി ആരും നമ്മുടെ സഭകൾക്കുള്ളിൽ നിന്ന് പോകുവാൻ പാടില്ല എന്നതാണ് മറ്റൊരു ലക്ഷ്യം ഈ ഉദ്യമത്തിന്റെ. ഞാൻ അതിന്റെ ആമുഖ വാക്കുകൾ നിർത്തുകയാണ്. ഞാൻ ഈ സംഘടനയെ, അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ലക്ഷ്യങ്ങളെ വിവിധ എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ പരിമിതമായെങ്കിലും കേട്ടിട്ടുള്ള ഒരു പേരാണ് വില്യം മാരിയൻ ബ്രൻഹാം. 1800-കളിൽ അമേരിക്കയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ അംഗമായിരിക്കെ വ്യത്യസ്ത കാരണങ്ങളാൽ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട് സ്വന്തമായ ഒരു സംവിധാനം, ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് വളരെ വിചിത്രമായ, മലീമസമായ, വിഷമയമായ ഉപദേശം പഠിപ്പിച്ച് ജനത്തെ വശീകരിച്ച, ഇന്നും അതിൻ്റെ ബാക്കി പത്രങ്ങളായി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ശേഷിപ്പുകളായി നമ്മുടെ കേരളക്കരയിലും ധാരാളം ആൾക്കാര് ഈ ചതിക്കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു വില്യം മാരിയൻ ബ്രൻഹാം. എറണാകുളത്ത് ക്യാപ്സ്റ്റോൺ മിനിസ്ട്രി എന്ന പേരിൽ, ലോക്കൽ ക്രിസ്ത്യൻ അസംബ്ലി എന്ന പേരിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. സമാനമായ പേരുകളിലൂടെ, ഞാനിപ്പോൾ കേരളത്തിലെ മാത്രം ചരിത്രം പറഞ്ഞാൽ കേരളത്തിന്റെ മിക്കവാറും ജില്ലകളിലും സമാനമായ പേരുകളിലൂടെ അവർ പ്രവർത്തിച്ചു വരികയാണ്. പ്രാരംഭമായിട്ട് ഇവിടെ പറയപ്പെട്ട ക്യാപ്സ്റ്റോൺ മിനിസ്ട്രീസ്, ലോക്കൽ ക്രിസ്ത്യൻ അസംബ്ലി, ഇങ്ങനെ തുടങ്ങിയ പേരുകളിൽ ലോകം എമ്പാടും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലായിടത്തും ഇപ്പോൾ വളരെ രഹസ്യാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തിന്റെ, അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ തലവന്റെ പേര് ഞാൻ മുന്നമേ പറഞ്ഞു. എന്നെ കേൾക്കുന്ന പലർക്കും ഒരു പക്ഷേ ആ പേര് അറിയാമായിരിക്കും. വില്യം മാരിയൻ ബ്രൻഹാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടുത്താനാണ് ഈ എപ്പിസോഡിൽ ഞാൻ ശ്രമിക്കുന്നത്. വില്യം മാരിയൻ ബ്രൻഹാം 1909 ഏപ്രിൽ 6
അമേരിക്കയിലെ കെൻഡക്കി സംസ്ഥാനത്തിലെ ബർക്കസ്വില്ലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. 1965 ഡിസംബർ 24 തീയതി തന്റെ 56-ാമത്തെ വയസ്സിൽ അമേരിക്കയിലെ ടെക്സാസ് എന്ന സംസ്ഥാനത്തിൽ അമാരില്ലോ എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം മരണപ്പെടുവാനിടയായി. താന് വ്യാപകമായി അറിയപ്പെടുന്നത് താനൊരു ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. 1946 വരെയുള്ള കാലഘട്ടങ്ങളിൽ താനൊരു ബാപ്റ്റിസ്റ്റ് വിശ്വാസിയായി തുടരുകയും 1946 മുതൽ 1960 വരെ പെന്തക്കോസ്ത് വിശ്വാസം പിൻപറ്റുകയും ആ നിലയിൽ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുകയും ചെയ്തു. 60 മുതൽ 65 വരെയുള്ള 5 വർഷത്തെ കാലയളവിലാണ് താന് നോൺ ഡിനോമിനേഷണൽ എന്ന നിലയിലേക്ക് മാറ്റപ്പെടുകയും സംഘടന പാപമാണ്, പ്രസ്ഥാനം പാപമാണ് എന്ന് പറഞ്ഞ് താനാണ് വരുവാനുള്ള ഏലിയാവെന്നും വെളിപ്പാട് പുസ്തകത്തിൽ ഇനി കാഹളമൂതാനുള്ള 7-ാമത്തെ ദൂതൻ താനാണ് എന്നും ആ നിലയിൽ പറഞ്ഞ് യേശുക്രിസ്തുവിന് സമാനമായ ഒരു വൈകാരികത തൻ്റെ അനുഗാമികളുടെ ഉള്ളിൽ സൃഷ്ടിച്ച് ഒരു തരം വിഭ്രമാത്മകതയുടെ ലോകത്തിൽ അവരെ തളച്ചിടുന്ന ഒരു പ്രവർത്തന രീതിയാണ് വില്യം മാരിയൻ ബ്രൻഹാമിൻ അനുവർത്തിച്ചു വന്നത്. 1946 മുതൽ 1960 വരെയുള്ള കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ 1946 ശേഷം തന്റെ 1965-ാമത്തെ വർഷം ആകുന്നത് വരെയും അതിൽ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലൊക്കെ അമേരിക്കയിലെങ്ങും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ ഉണർവ് യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ധാരാളം ആൾക്കാരെ തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. ഒടുവിൽ 7-ാമത്തെ ദൂതൻ താനാണ്, തന്നിലൂടെ അല്ലാതെ ഒരാൾക്ക് ദൈവത്തിങ്കിലേക്ക് എത്താൻ കഴിയില്ല എന്ന നിലയിൽ ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിച്ച് ജനത്തെ വഴിതെറ്റിച്ചു. റഷ്യ, സൗത്ത് ആഫ്രിക്ക, നോർവേ അങ്ങനെ തുടങ്ങി അനേക രാജ്യങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഉണർവ് യോഗങ്ങളും പ്രവർത്തനങ്ങളും നിരോധിച്ച ഒരു സാഹചര്യമുണ്ടായി. വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ താനും തന്റെ അനുചരന്മാരും പ്രധാനികളും കൂട്ടായ്മക്കാരും ഒക്കെ അകപ്പെട്ട് വിപുലമായ നിലയിൽ അന്വേഷണങ്ങൾ തനിക്കും തന്റെ സഹപ്രവർത്തകർക്കും ഒക്കെ എതിരായിട്ട് ഉണ്ടാവുകയും ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ഇവരുടെ പ്രവർത്തനങ്ങളെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അടിസ്ഥാനമായി ഇവരുടെ ഉപദേശ രൂപത്തെ കൂടെ നിങ്ങളോടൊന്ന് ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിട്ട് പരിചയപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന്റെ പാപത്തിന്റെ ആരംഭം ആണ് ഇവർ വളരെ തെറ്റിദ്ധരിപ്പിച്ച് ജനത്തെ പഠിപ്പിക്കുന്നത്. ആ പഠനം ഇങ്ങനെയാണ്: പാമ്പും അല്ലെങ്കിൽ സാത്താനും ഹവ്വയും തമ്മിൽ ശാരീരിക ബന്ധം നടത്തുക വഴി ജനിച്ച സന്തതിയാണ് കയീൻ എന്നും, തുടർന്ന് സർപ്പത്തിന്റെ സന്തതികളെന്നും ദൈവത്തിന്റെ പുത്രന്മാരെന്നും സ്ത്രീയുടെ സന്തതികളെന്നും
എന്നീ മൂന്ന് വകഭേദങ്ങളെ ഇവരുടെ പഠിപ്പിക്കലുകളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്ത്രീയെ ഒരേ സമയം വൃക്ഷമായും തോട്ടമായും അപ്പോൾ തന്നെ അതൊരു കേവലം സ്ത്രീയായും അവർ പഠിപ്പിക്കുകയും സമയാസമയം തരാതരം മാറ്റി അത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പരിചയപ്പെട്ട ഈ കൂട്ടായ്മയിൽപ്പെട്ട മിക്ക ആൾക്കാരും ഒരു വിഭ്രമാത്മകമായ നിലയിലാണ് അവരുടെ ജീവിതവും അവരുടെ ഉപദേശവും പഠിപ്പിക്കലും ഒക്കെ. ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭ കോട്ടുവള്ളി പ്രാദേശിക സഭയിൽ നിന്നും ചിലരെ അടർത്തിക്കൊണ്ടു പോകാൻ കേരളത്തിലെ ഈ സംഘടനയുടെ പ്രധാനികൾ ചിലർ ശ്രമിക്കുകയും അനന്തരമായിട്ട് അവരുമായിട്ട് ഉപദേശ സംബന്ധമായി സംസാരിക്കാനും ഒക്കെ കർത്താവ് അവസരം തന്നു. ദൈവത്തിന്റെ മഹാകരുണയാൽ 2 സ്ഥലങ്ങളിൽ വെച്ച് 3 പ്രാവശ്യം അവരുമായിട്ട് സംവദിക്കാനും ആ ഉപദേശത്തെ ഖണ്ഡിക്കുവാനും ഒക്കെ ദൈവം അവിടുത്തെ വലിയ കരുണയാൽ അവസരമൊരുക്കി. തന്നിമിത്തമാണ് കേരളത്തിലെ സഭകൾക്ക്, ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് ഈ പ്രവർത്തനത്തെക്കുറിച്ച് കാര്യക്ഷമമായ ഒരു ധാരണ ഉണ്ടാകണം എന്ന ഒരു ചിന്ത ദൈവം തരികയും വളരെ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ വിഷയത്തെ നിങ്ങളുടെ മുൻപിൽ അനാവരണം ചെയ്യേണ്ടതിനായിട്ട്, പരിചയപ്പെടുത്തേണ്ടതിനായിട്ട് ശ്രമിക്കുന്നത്. എറണാകുളത്തുള്ള ഒരു കുടുംബത്തിൽ, ദൈവസഭയിൽ അംഗമായിരുന്ന ഒരു കുടുംബത്തിൽ ഇവർ കടന്നു കയറി അവരെ വശീകരിച്ച് വളരെ അധികം ലക്ഷങ്ങൾ വരുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അല്ലെങ്കിൽ അപഹാരം നടത്തുകയും അതവരെ കൈയോടെ പിടികൂടുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. ഉപദേശവിരുദ്ധതയെ തുറന്നു കാട്ടുകയും അതിൽ അംഗങ്ങളായിരുന്ന പലരെയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുവാൻ ദൈവം അവസരം നൽകി തന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവസഭകളെ ഉപദ്രവിക്കുമാറ്, ദൈവസഭകളെ വളരെ മുറിപ്പെടുത്തുമാറ് ഇതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എറണാകുളം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുമാണ് ഇത് അധികമായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് ദൈവദാസന്മാർ ദയവായിട്ട് ഈ വിഷയം ശ്രദ്ധിക്കുകയും ഇവരെ അകറ്റി നിർത്തേണ്ടതിനുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് ഉതകുന്ന നിലയിലുള്ള ഈ വില്യം മാരിയൻ ബ്രഹാമിനെ കുറിച്ചും താൻ സ്ഥാപിച്ച കൾട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചുമുള്ള വിശദമായ വിവരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില എപ്പിസോഡുകൾ വരും ദിവസങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമ്മോടൊപ്പം കർത്താവിനെ ആരാധിക്കുന്ന ഒരാള് പോലും, നമ്മുടെ സഭയിൽ നിന്നൊരു ഒരു വ്യക്തി പോലും ഈ ചതിക്കുഴിയിൽ പെട്ടുപോകുവാൻ പാടില്ല. ഈ കാര്യത്തിൽ നമ്മൾ അതിജാഗ്രത പുലർത്തണം എന്നതാണ് ഈ ഉദ്യമത്തിലൂടെ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ആമുഖ എപ്പിസോഡ് ശ്രദ്ധിച്ച എല്ലാവർക്കും ഹൃദയംഗമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. അൺകവർ ദ ട്രൂത്ത് എന്ന പേരിൽ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡുമായിട്ട് നിങ്ങളെ സമീപിക്കും. സാധ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് ഈ കൾട്ട് പ്രസ്ഥാനത്തെ തുറന്നു കാട്ടിക്കൊണ്ട് ജനത്തെ രക്ഷിക്കാനുള്ള, ആത്മാക്കളെ വിടുവിക്കാനുള്ള
കർത്താവ് നൽകി തന്ന ഉദ്ദേശ നിവർത്തീകരണം നമ്മിൽ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പരിശ്രമിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാൻ നമ്മുടെ പ്രയത്നങ്ങളൊന്നും ക്രിസ്തുയേശുവിൽ വൃഥാവല്ല എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് കർത്താവിൻ്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.